ഉരുളക്കിഴങ്ങിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേവിച്ചിട്ട് വെള്ളം ഊറ്റി കളഞ്ഞെടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം പെരിഞ്ജീരകം കൂടി പൊട്ടിച്ചിട്ട് സവോള അരിഞ്ഞത്, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിനകത്തേക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നമ്മൾ ഉപ്പിട്ടായിരുന്നു വേവിച്ചത്, എന്നാലും കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഉപ്പും കുറച്ചൊന്ന് ഇതായി ലൂസായിട്ട് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായി പോകും, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. വെള്ളം ഒഴിച്ചുകൊണ്ട് നന്നായിട്ട് വഴറ്റണേ. ഇനി നൈസായിട്ട് ദോശ പരത്തിയെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് മസാല ദോശ നിങ്ങൾ ഉണ്ടാക്കുമ്പം പെരിഞ്ജീരകം കൂടി പൊട്ടിക്കണം കേട്ടോ. പെരിഞ്ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റാണ് മസാല ദോശയ്ക്ക് ഏറ്റവും നന്നായിട്ട് നമുക്ക് നല്ല രുചിയായിട്ട് കിട്ടണത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ.